ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് കഴിഞ്ഞ മൊഡ്യൂളുകളായിട്ട് എടുത്തു നിർത്തിയ പാർട്ട് നമുക്കറിയാം. ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ എന്താണ്, ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ്, അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ വേവ് ഫോം, ആ വക ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ മൊഡ്യൂളുകളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളതിൽ പഠിച്ചപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ പാർട്ടുകളിലാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ ആൻസർ ഓർമ്മയുണ്ടാവും. എഫിഷ്യൻസി 40.6%. എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ, അതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 40.6% മാത്രമാണ്. അപ്പോൾ പകുതിയിലും താഴെ കിട്ടണുള്ളൂ. അപ്പോൾ ഒരു റെക്ടിഫയറിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഹാഫ്. അതുകൊണ്ട് തന്നെ പകുതി വേസ്റ്റായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പകുതിയിൽ താഴെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് റെയറായിട്ട് മാത്രമേ ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ നിന്ന് തന്നെ മീനിങ് ഉണ്ട്. ഒരു വേവ് ഫോമിൻ്റെ ഫുള്ളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാവുന്ന വിധത്തിൽ, ആ പോർഷൻ കംപ്ലീറ്റ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടാവുന്ന വിധത്തിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ് ഞാൻ ഈ ബോർഡിൽ വരച്ചിരിക്കുന്നത്. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. സെൻറ്റർ ടാപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമറാണ്. ആ ട്രാൻസ്ഫോർമർ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ട്രാൻസ്ഫോർമറിൻ്റെ സിമ്പിൾ ഇതാണ്. ഈ സിമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ആണോ എന്ന്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കുറവായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് ഇൻപുട്ടിലുള്ള വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ ഇവിടെ വരുന്ന ഒരു ചെറിയൊരു വേരിയേഷൻ വരുത്തിയത്, നമ്മൾ രണ്ട് എൻഡിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നതിന് കൂടാതെ അതിൻ്റെ സെൻറ്ററിൽ നിന്നും കൂടി ഒരു കണക്ഷൻ എടുക്കുകയാണ്. എക്സാക്റ്റ് സെക്കൻഡറിയുടെ വൈൻഡിങ്ങിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ഒരു കണക്ഷൻ ഔട്ട്പുട്ടിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ പേര് നമ്മൾ മാറ്റി സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ. ബിക്കോസ് വി യൂസ് എ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ ഫോർ ദ റെക്ടിഫിക്കേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഡയോഡുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. D1 D2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ D1ഉം D2ഉം ഈ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയുടെ രണ്ട് എൻഡിൽ നിന്നും, എയിൽ നിന്നും ബിയിൽ നിന്ന് എടുത്ത് കോമൺ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അത് ഈ ലോഡ് റെസിസ്റ്റൻസിലേക്ക് വിടുകയാണ്. സെൻറ്റർ എടുത്ത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ മറ്റേ എൻഡിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലോഡിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. തിങ്ക് അബൌട്ട് ദ AC ഹിയർ. ആൾട്ടർനേറ്റീവ് വേവ് പ്യുവർ AC ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് കൂടി വരുന്നു. വോൾട്ടേജോ കറൻറ്റോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. വോൾട്ടേജ് കൂടി വന്നു. മാക്സിമത്തിലേക്ക് 90 ഡിഗ്രി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. 180ൽ 0 ആയി റിവേഴ്സ് ചെയ്ത് ഈ വിധത്തിലുള്ള ACയെ ഞാനിവിടെ കൊടുക്കുകയാണ്. അങ്ങനെ AC സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് സെക്കൻഡറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എയിൽ സപ്പോസ് അറ്റ് ദിസ് എൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിങ്ങനെ കൂടി വരുന്ന ഈ പോർഷൻ ആണെങ്കിൽ A പോസിറ്റീവായിട്ട് വരുന്നു. A പോസിറ്റീവ് ആണെങ്കിൽ നാച്ചുറലി B നെഗറ്റീവ് അല്ലേ, സൈക്കിളിൻ്റെ മറ്റേ എൻഡിലായിട്ട് വരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ വോൾട്ടേജാണ് നിൽക്കുന്നത്. A 10 വോൾട്ടിലാണെങ്കിൽ B -10ൽ നെഗറ്റീവ് ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതോ 0യിൽ അല്ലേ. ഈ മൊമെൻറ്റിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ വി കൺസിഡർ ദിസ് സൈഡ് ഈസ് പോസിറ്റീവ്, മറ്റേ സൈഡോ ഇങ്ങനെ വന്ന് ഇവിടേക്ക് എത്തി നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയോഡ് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇറ്റ് ഈസ് ഇൻ ദ ഫോർവേഡ് ബയാസ്. D1 ഓൺലി D1 ഈസ് ഇൻ ദ ഫോർവേഡ് ബയാസ്. വാട്ട് അബൌട്ട് D2ൻ്റെ ഈ സൈഡ് നെഗറ്റീവാണ്, മറ്റേ സൈഡ് ഇവിടേക്ക് വരുമ്പോൾ എന്നിട്ടായി പോസിറ്റീവായിട്ട് വന്നു, കാരണം ഈ എൻഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡയോഡ് മാത്രം ആക്ട് ചെയ്ത് ആ ഡയോഡിലൂടെ വരുന്ന കറൻറ്റ് നമുക്കപ്പോൾ ഈ ഡയോഡ് കട്ട് ഓഫ് എന്ന് പറയാം. പോസിറ്റീവ് ഇതിലേ പാസ് ചെയ്ത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇതിലേ വന്ന് ഇങ്ങോട്ട്. D1 ഈസ് ആക്റ്റീവ്, D1 ഈസ് കണ്ടക്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടേക്ക് വരില്ലേ. അപ്പർ എൻഡ് ഈസ് പോസിറ്റീവ്, ലോവർ എൻഡ് ഈസ് നെഗറ്റീവ്. നമുക്ക് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിള് വിത്തൗട്ട് എനി ഹിൻഡ്രൻസ്, വിത്തൗട്ട് എനി ബ്ലോക്കിംഗ്
it is passing through the first diode and you will get the positive half cycle as it is. Clear? Think about the reverse case. When it is നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആവും. അപ്പോൾ എന്തുണ്ടാവും? D1 കണ്ടക്റ്റിങ്ങിന് പകരം D2 ആയിരിക്കും കണ്ടക്റ്റിംഗ് ആയിട്ട് വരിക. ഇത് നോൺ കണ്ടക്റ്റ് സ്റ്റേജ്, ഫോർവേഡ് ബയാസ്, ഹിയർ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്. അങ്ങനെയാണെങ്കിൽ D2 കണ്ടക്ട് ചെയ്ത് ഇതിലേ വരുന്നു. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇറ്റ് ഈസ് നെഗറ്റീവ്, സെൻറ്റർ ഈസ് നെഗറ്റീവ്, കാരണം ഇത് പോസിറ്റീവായി, അപ്പോൾ ഇവിടെ നെഗറ്റീവായി. അങ്ങനെ റിവേഴ്സ് സൈക്കിൾ വരുന്ന സമയത്തും സെയിം ഡയറക്ഷനിൽ ഈ എൻഡ് എപ്പോഴും പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. അപ്പർ എൻഡ് ഓഫ് ദ ലോഡ് റെസിസ്റ്റൻസ് ഈസ് പോസിറ്റീവ്, ദിസ് എൻഡ് ഈസ് നെഗറ്റീവ്. സെയിം ഡയറക്ഷനിൽ ഔട്ട്പുട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. റിവേഴ്സ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഡയറക്ഷനിലല്ല വരുന്നത്, പകരം അത് ഇൻവെർട്ട് ചെയ്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോലെ തന്നെ എക്സാക്ട്ലി സെയിം മാനറിൽ വി വിൽ ഗെറ്റ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ബട്ട് ഇൻ ദ റിവേഴ്സ് സിറ്റുവേഷൻ നമുക്ക് കിട്ടി. അടുത്ത സൈക്കിൾ വന്നു, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. ഇത് പോസിറ്റീവ് ആകുമ്പോൾ D1 കണ്ടക്ട് ചെയ്യുന്നു, അടുത്ത പാർട്ട് നമുക്ക് കിട്ടി അല്ലേ? പിന്നത്തെ പാർട്ട് വരികയാണെങ്കിലോ ഇത് കണ്ടക്റ്റിംഗ് ആവും, ഈ പാർട്ട് വീണ്ടും കിട്ടി. ഇങ്ങനെ നമുക്ക് നേരത്തെ ഹാഫ് വേവ് റെക്ടിഫയറിൽ എങ്ങനെ കിട്ടിയത്? ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് കട്ട് ഓഫ്, ദെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഈ പോർഷൻ ഇല്ല, പക്ഷെ ഇവിടെയോ ഫോർ ദ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈസ് ഇൻവെർട്ടഡ് ആൻഡ് ആഡഡ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ AC-യെ നമുക്ക് കിട്ടുന്നു. എങ്ങനെയുള്ള വിധത്തിൽ? റിവേഴ്സ് ഡയറക്ഷൻ ഇല്ലാതെ റിവേഴ്സ് പാർട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഇൻവെർട്ട് ചെയ്ത് ആഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ വരികയാണ്. യെസ്. അപ്പോൾ AC-യെ നമ്മൾ DC ആക്കുക, റെക്ടിഫൈ ചെയ്യാണ്. AC-യെ DC ആക്കിയോ? ഇത് DC ആണോ? ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞു, ഈ വിധത്തിൽ ഇങ്ങനെ വരികയാണെങ്കിൽ DC ആക്കണം എന്നുള്ള മോഹമുണ്ട്, പക്ഷെ ഇത് DC അല്ല. കാരണം 0-യിൽ നിന്ന് കൂടി 10 വോൾട്ടാണെങ്കിൽ 10-ലേക്ക് എത്തി, പിന്നെ 0-യിലേക്ക് വരുന്നു, -10-ലേക്ക് പോകുന്നില്ല, ഇൻവെർട്ട് ചെയ്യുന്നില്ല, ആശ്വാസമായി. പക്ഷേ വേരിയേഷനുണ്ട്. DC കൃത്യമായിട്ട് 10 വോൾട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് DC. പക്ഷെ ഇങ്ങനെ കിട്ടുന്നതിന് പകരം കൂടി വന്നു, പിന്നെ കുറഞ്ഞു വന്നു, ഇൻവെർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ആശ്വാസം മാത്രം. അപ്പോൾ നമ്മൾ എന്താ വിളിക്കുക? ഇതൊരു DC അല്ല, പേര് മാറ്റി പൾസേറ്റിംഗ് DC. ഹിയർ ഇറ്റ് ഈസ് പൾസേറ്റിംഗ് ആസ് ഇൻ ദ കേസ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഹിയർ ഓൾസോ പൾസേറ്റിംഗ് DC. ബെനിഫിറ്റ് എന്താ ഉള്ളത്? ഹാഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ അതിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, പക്ഷെ അതിനും കൂടി നമ്മൾ ഇൻവെർട്ട് ചെയ്ത് ആഡ് ചെയ്ത് കിട്ടി. നാച്ചുറലി എഫിഷ്യൻസി വിൽ ബി ഗ്രേറ്റർ. ക്ലിയർ? ഈ പാർട്ടിൽ നമുക്ക് ഈ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലൊരു പൾസേറ്റിംഗ് DC ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ്. ഈ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് സെക്കൻഡറി വൈൻഡിങ്സിൽ 100 വൈൻഡിങ്സ് ഉണ്ടെങ്കിൽ 50-ാമത്തേന്ന് തന്നെ സെൻറ്റർ എടുക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്കുള്ള വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൊത്തം 20 വോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 10 വോൾട്ട് മാത്രമായിരിക്കും. യെസ്, ടോട്ടൽ ട്രാൻസ്ഫോർമറിൻ്റെ ഒരു എൻഡും മറ്റേ എൻഡും തമ്മിലുള്ള വോൾട്ടേജ് 20 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10 വോൾട്ട് മാത്രമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മാത്രമേ നമുക്കിവിടെ കിട്ടുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ഇഫ് യു വാണ്ട് ടു സെലക്ട് ഓർ വാണ്ട് ടു ചൂസ് എ റെക്ടിഫയർ ഫോർ ഗെറ്റിംഗ് 10 volts, you have to use a transformer of 20 volts. Clear? 20 വോൾട്ട് സെക്കൻഡറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ ബിറ്റ്വീൻ 10 കിട്ടുള്ളൂ. ആ 10 വോൾട്ട് മാത്രമേ നമുക്ക് വരുള്ളൂ. അപ്പോൾ 10 വോൾട്ട് ആവശ്യമുണ്ടെങ്കിൽ 20 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോർമർ വാങ്ങിക്കുക. കമ്പാരിറ്റീവ്ലി അത് കോസ്റ്റ്ലി ആയിട്ട് വരും. ഈ വോൾട്ടേജ് ഇപ്പോൾ നമ്മൾ VM എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദ മാക്സിമം വോൾട്ടേജ്, ഹിയർ വി ഹാവ് ടു യൂസ് എ ട്രാൻസ്ഫോർമർ ഓഫ് secondary voltage twice of the
സെൻട്രൽ വാല്യൂ ട്വൈസ് ഓഫ് ദി വി എം. അപ്പോൾ 2 VM ആണ് നമുക്കിവിടെ വരുന്നത്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, PIV. എന്താ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ദ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഡയോഡ് വിത്തൗട്ട് ഡാമേജ്. ഇത് കേടുവരാതെ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാത്ത അവസ്ഥയിൽ നമുക്കതിന് കൊടുക്കാൻ സാധ്യതയുള്ള വോൾട്ടേജ്. ആ വോൾട്ടേജിൻ്റെ റെലവൻസ് എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ നമുക്ക് 10 വോൾട്ട് ആവശ്യമുള്ളപ്പോൾ 10 വോൾട്ടിൻ്റെ ഒരു ഡയോഡ് നമ്മൾ വാങ്ങിച്ച് അതിൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ ശരിയാവുമോ? ഓരോ സൈക്കിളിലും 10 വോൾട്ട് വരുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന 20 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോർമറാണ്. 2 എൻഡും തമ്മിൽ 20 വോൾട്ടുള്ള ട്രാൻസ്ഫോർമർ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് സൈക്കിളിൽ 20 വോൾട്ട് ഇവിടെ അപ്പിയർ ചെയ്യും. അപ്പോൾ 10 വോൾട്ടിൻ്റെ ഡയോഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വെക്കണത് ഓർമ്മയുണ്ടാവുള്ളൂ, കരിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിൻ്റെ ട്വൈസ് വോൾട്ടേജുള്ള ഒരു ഡയോഡ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കണക്ട് ചെയ്യണം. ഓർ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഷുഡ് ബി ട്വൈസ് ഓഫ് ദ മാക്സിമം വോൾട്ടേജ്. നമ്മൾ യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് ഇൻ ദ സെൻസ് എ ആൻഡ് ദ മിഡിൽ, one end and the center. That voltage is the useful voltage. അതിൻ്റെ ഡബിളുള്ള ഒരു ഡയോഡ് വാങ്ങിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. We have to use the center tapped transformer. In addition, we have to use the diodes of twice of the useful value, twice of the maximum voltage. Okay. അപ്പോൾ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ നാച്ചുറലി അങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാലും കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ല വാല്യൂ വരും, ഡബിൾ വാല്യൂ വരും. കാരണം സെൻറ്റർ ടാപ്ഡാണ്. ഇനി അതിൻ്റെ വരുന്നത് സെൻറ്റർ ടാപ്ഡ് വാങ്ങിച്ചാൽ പോലും സെൻറ്റർ കൃത്യമാവില്ല. സെൻറ്റർ കൃത്യമല്ലെങ്കിൽ ഓരോ പാർട്ടിലും വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ വന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോവും, ഇത്രയോ. അടുത്തേക്ക് വരുമ്പോഴോ ഇതോ. കാരണം ഓരോ പാർട്ടിലും വ്യത്യാസമായിട്ടും വരാം. അപ്പോൾ എക്സാക്റ്റ് ആ വേവ് ഫോം കിട്ടണമെങ്കിൽ രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് വരണം. എക്സാക്റ്റ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ വേണം. ആ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ കോസ്റ്റ്ലിയാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് യൂസ് ചെയ്യുന്ന ഡയോഡുകളുടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇറ്റ് ഷുഡ് ബി ട്വൈസ് ഓഫ് ദി അവൈലബിൾ വോൾട്ടേജ് ഓർ ട്വൈസ് ഓഫ് ദി യൂസ്ഫുൾ വോൾട്ടേജ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ചെറിയൊരു മാറ്റം വരുത്തി ഞാൻ വേറൊരു ടൈപ്പ് റെക്ടിഫയർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമറും അതിൻ്റെ വർക്കിങ്ങും ഫോളോ ചെയ്തല്ലോ. 2 ഡയോഡുകൾ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, 2 ഡയോഡുകൾ. ആ 2 ഡയോഡുകൾ ഉപയോഗിച്ച് നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എൻഡ് പോസിറ്റീവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡയോഡ് മാത്രമേ കണ്ടക്റ്റിംഗ് ആയിട്ട് വരുള്ളൂ. മറ്റേ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും, അത് കണ്ടക്ട് ചെയ്യില്ല. വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇനി സൈക്കിൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വരുമ്പോൾ D2 കണ്ടക്ട് ചെയ്യും. അപ്പോഴും സെയിം ഡയറക്ഷനിലൂടെ തന്നെ ഈ ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ എൻഡ് പോസിറ്റീവും ഈ എൻഡ് നെഗറ്റീവായിട്ട് നമുക്ക് വോൾട്ടേജ് കിട്ടുകയാണ്. ക്ലിയർ? ഇതിൻ്റെ ഫ്രീക്വൻസി നോക്കിയാൽ നമുക്കിത് ലൈൻ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ലൈൻ വോൾട്ടേജ് നമ്മുടെ 230 വോൾട്ട്. ആ 230 വോൾട്ടിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സാണ്. 50 ഹെർട്സ് എന്താ മീനിങ്? ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഈ വേരിയേഷൻ ഉണ്ടായിരിക്കും. കൂടുന്നു, കുറയുന്നു, സീറോയിലേക്ക് വന്നു, റിവേഴ്സ് ഡയറക്ഷനിലേക്ക് വരുന്നു. ഇങ്ങനെ 50 ടൈംസ് പെർ സെക്കൻഡ്, 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ഓർ 50 ഹെർട്സ്. ഇവിടെയാണെങ്കിലോ റിവേഴ്സ് വരുന്നില്ല. അപ്പോൾ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യമാണോ ഈ വേരിയേഷൻ വരിക നോക്കി. കൂടി താഴേക്ക് പോകുന്നതിന് പകരം വീണ്ടും കൂടി മാക്സിമത്തിലേക്ക് വന്ന് സീറോയിലേക്ക് വരികയാണ്. എത്ര പ്രാവശ്യം നടക്കും? 50 പകരം ഈ സൈക്കിളും കൂടി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് യു ക്യാൻ സേ 100 ടൈംസ് ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഒരു സൈക്കിളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സൈക്കിളിൽ തന്നെ 2 പ്രാവശ്യം ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും നടക്കുകയാണ്. ദാറ്റ് മീൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ഔട്ട്പുട്ട് ഈസ് ട്വൈസ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട്. ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് ഈസ് ട്വൈസ്. 50 ഹെർട്സ് ആണെങ്കിൽ നാച്ചുറലി 200 ഹെർട്സ് ആയിരിക്കും ഔട്ട്പുട്ടിലുള്ള ഫ്രീക്വൻസി. ഇതാണ് ഒരു
ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ളത് എഫിഷ്യൻസി കേസും ഡെറിവേഷൻ പാർട്ടുകൾ നമുക്ക് നോക്കാം. എഫിഷ്യൻസി ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ 40.6 ആണ്. നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഒന്ന് ഡിറൈവ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഞാൻ അടുത്ത റെക്ടിഫയറിനെ ഒന്ന് പരിചയപ്പെടുത്തണം. എന്താ റെക്ടിഫയർ? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസഡ്വാൻറ്റേജസ്. യു ഹാവ് ടു യൂസ് എ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ. യു ഹാവ് ടു യൂസ് 2 diodes here, and the 2 diodes should have peak inverse voltage twice of the maximum value. അത് നമുക്ക് ഒന്ന് ഒഴിവാക്കാനുള്ള സൂത്രമാണ് അവിടെ ചെയ്തത്. ഈ സൂത്രത്തിൽ ട്രാൻസ്ഫോർമർ കയ്യിൽ കിട്ടുന്ന സാധാരണ ഒരു ട്രാൻസ്ഫോർമറാണ്. എങ്ങനെയുള്ള ട്രാൻസ്ഫോർമർ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിന് സെൻറ്ററിൽ നിന്ന് വയറില്ല, സെൻറ്റർ ടാപ്പഡല്ല. അപ്പോൾ നമുക്ക് ഏത് ട്രാൻസ്ഫോർമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ ഒരു ട്രാൻസ്ഫോർമർ എടുക്കുന്നു. എടുത്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കേസിലാണെങ്കിൽ 2 ഡയോഡാണ് യൂസ് ചെയ്തത്. ഇവിടെയോ 4 ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. ആ 4 ഡയോഡിൻ്റെ കണക്ഷൻ നമുക്ക് വളരെ പെക്യുലറായിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണക്ഷൻ ഒന്ന് നോക്കിയാൽ ഈ എൻഡിൽ നിന്ന് വരുന്നത്, എയിൽ നിന്ന് വരുന്നത് 2 ഡയോഡുകൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തത്. D1ൻ്റെ പോസിറ്റീവ് പാർട്ട്, D4ൻ്റെ നെഗറ്റീവ് പാർട്ട്. ബി എന്ന് വരുന്ന എൻഡാണെങ്കിലോ D2ൻ്റെ പോസിറ്റീവ്, D3യുടെ നെഗറ്റീവ്. ഈ പോസിറ്റീവ് വരുന്ന 2 ഡയോഡും കൂടി കമ്പൈൻ ചെയ്തു. എങ്ങനെ? D1ഉം D2ഉം കൂടി ഈ ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അത് ഇവിടേക്ക് വെച്ചു. D3യും D4ഉം കൂടി ഇങ്ങോട്ട് കണക്ട് ചെയ്തു. കണക്ഷൻ ചെക്ക് ചെയ്തറിയാൻ പറ്റും. 2 ഡയോഡുകൾ D1ഉം D2ഉം പോസിറ്റീവ് വന്ന് ഇങ്ങോട്ട്, D3യും D4ഉം അതിൻ്റെ നെഗറ്റീവ് അങ്ങോട്ട് ഫേസ് ചെയ്ത് ഇങ്ങോട്ട്. തിങ്ക് അബൌട്ട് ദ വർക്കിംഗ്. സപ്പോസ് ആസ് ഇൻ ദ കേസ് ദി അപ്പർ എൻഡ് ഈസ് പോസിറ്റീവ്, എ ഈസ് പോസിറ്റീവ്. എ പോസിറ്റീവ് വന്നാൽ നാച്ചുറലി ബി നെഗറ്റീവാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ്. കാരണം എ സി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് പോസിറ്റീവ് വരുമ്പോൾ ഈ ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ എൻഡ് പോസിറ്റീവായി. യെസ്. ഇവിടുത്തെയോ D4ന് ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് റിവേഴ്സ് ബയാസായി, ഇത് ഫോർവേഡ് ബയാസായി. ഇവിടെയോ D2, ഇവിടെ നെഗറ്റീവല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. D2 റിവേഴ്സും D3 പോസിറ്റീവും. അപ്പോൾ ഈ D2ഉം D4ഉം വർക്ക് ചെയ്യാത്ത സിറ്റുവേഷനായി. കാരണം ദേ ആർ ഇൻ ദ നോൺ കണ്ടക്റ്റിംഗ് ഓർ റിവേഴ്സ് ബയാസ് സിറ്റുവേഷൻ. ഓൺലി D1 ആൻഡ് D3 ആർ ഇൻ ദ ഫോർവേഡ് ബയാസ് സിറ്റുവേഷൻ. അപ്പോൾ ഒന്ന് നോക്കിയാൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഇതിലേ വന്നു, കണ്ടക്ട് ചെയ്തു, RLലൂടെ ലോഡിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വന്ന് D3യിലൂടെ പാസ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇത് രണ്ടും ഫോർവേഡ് ബയാസായി. വെൻ A is positive and B is negative, D1 and D3 are in the forward bias. D1 and D3 are in the positive forward bias. Positive, negative. Clear ആയല്ലോ? Think about the ulta, reverse case. A നെഗറ്റീവ് വരാമെന്ന് വയ്ക്കുക. A നെഗറ്റീവ് വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? A നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ D4 ആണ് ഫോർവേഡ് ബയാസ് ആയിട്ട് വരുന്നത്. D4 വിൽ ബി ഇൻ ദ ഫോർവേഡ് ബയാസ്. D1ഓ ഇവിടെ നെഗറ്റീവ് വന്നാൽ ഇത് റിവേഴ്സ് ബയാസ് ആയില്ലേ? D3ഓ ഈ എൻഡ് പോസിറ്റീവ് വന്നാൽ D3 റിവേഴ്സ് ബയാസ്, D2 ഫോർവേഡ് ബയാസ്. ശരിയല്ലേ? ഇവിടെ നെഗറ്റീവ് വരുന്ന കേസിൽ ഇത് നെഗറ്റീവ് വന്നു, അപ്പോൾ ഈ എൻഡ് പോസിറ്റീവായി. അപ്പോൾ നമുക്ക് എന്ത് വന്നു? D1ഉം D3യും റിവേഴ്സ് ബയാസ്. ഓൺലി D2 ആൻഡ് D4 ആർ ഇൻ ദ ഫോർവേഡ് ബയാസ്. ദേ വിൽ കണ്ടക്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഇതിലേ പാസ് ചെയ്തു, ഇതിലേ പാസ് ചെയ്തു, ഇതിലേ പാസ് ചെയ്തു, ഇങ്ങനെ കംപ്ലീറ്റ് സെയിം ഡയറക്ഷൻ. നേരത്തെ ഈ എൻഡ് പോസിറ്റീവായിരുന്നപ്പോൾ എങ്ങനെയാണോ RLലൂടെ കറണ്ട് ഫ്ലോ ചെയ്തത് അതേ ഡയറക്ഷനിൽ തന്നെ ഇപ്പോഴും കറണ്ട് പാസ് ചെയ്യുന്നു. ഓർ യു വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് ആസ് ഇൻ ദ കേസ് ഓഫ് ദ പ്രീവിയസ് സിറ്റുവേഷൻ. ഔട്ട്പുട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തൂടെ?
അപ്പോൾ അറ്റ് എ ടൈം യു ക്യാൻ സേ ഔട്ട് ഓഫ് ദീസ് 4 ഡയോഡ്സ് ഓൺലി 2 ഡയോഡ്സ് ആർ ഇൻ ദ കണ്ടക്ടിങ് മൂഡ്. ഏതൊക്കെ? ഐദർ D2 and D4 ഓർ D1 and D3. D1 ഇവിടെ വരച്ചു, ഇവിടെ എന്താ വന്നിരിക്കുന്നത്? D3. ഈ D1, D3, D2, D4 ഇതിലേതെങ്കിലും 2 വീതം, ഓപ്പോസിറ്റ് വരുന്ന 2 വീതം മാത്രമേ അറ്റ് എ ടൈം വർക്കിംഗ് കണ്ടീഷനിലായിട്ട് വരുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും കിട്ടി, നെഗറ്റീവ് ഹാഫ് സൈക്കിളും കിട്ടി. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആയാലും സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ ആയാലും ദേ ആർ ദ ഫുൾ വേവ് റെക്ടിഫയേഴ്സ്. ഈ 2 ഫുൾ വേവ് റെക്ടിഫയേഴ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ബിക്കോസ് the negative half cycle is inverted and added. It is flowing exactly in the same manner as in the case of this one. ഓക്കെ, അപ്പോൾ 2 റെക്ടിഫയേഴ്സിൻ്റെ സർക്യൂട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒന്ന് സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറും സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും, 2 സെൻറ്റർ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറും, 2 ഫുൾ വേവ് റെക്ടിഫയർ. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് സെൻറ്റർ ടാപ്പിൻ്റെ എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്, വി ഹാവ് ടു യൂസ് എ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോർമർ. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഡയറക്റ്റ് യു ക്യാൻ ചൂസ് എനി വൺ. കാശ് കുറവല്ലേ? സെൻറ്റർ ടാപ്പിനേക്കാൾ റേറ്റ് കുറഞ്ഞ ചീപ്പായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമർ നമുക്ക് യൂസ് ചെയ്ത് ഈ കാര്യം ചെയ്യാം. പിന്നെന്താ പറയാവുന്നുള്ളത്? തിങ്ക് അബൌട്ട് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഞാൻ നേരത്തെ ഈ കേസിൽ പറഞ്ഞിരുന്നു, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമുക്ക് യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഇരട്ടി വോൾട്ടേജുള്ള ഡയോഡുകൾ വേണം. 10 വോൾട്ടാണെങ്കിൽ 2 എൻഡ് തമ്മിൽ 20 വോൾട്ടുള്ള ട്രാൻസ്ഫോർമറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് സൈക്കിളിൽ വരുമ്പോൾ ഓരോ ഡയോഡും ഫേസ് ചെയ്യുന്നത് 20 വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ 20 വോൾട്ട് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഡയോഡ് ഉണ്ടെങ്കിലേ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർ ഇൻ ഷോർട്ട്, ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഷുഡ് ബി ട്വൈസ് ഓഫ് ദി പീക്ക് വാല്യൂ, ട്വൈസ് ഓഫ് ദി യൂസ്ഫുൾ വാല്യൂ. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ 2 എൻഡ് തമ്മിൽ 10 വോൾട്ടാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് VM, ദ മാക്സിമം വാല്യൂ ഓഫ് ദി വോൾട്ടേജ് VM, ഇഫ് ഇറ്റ് ഈസ് 10 വോൾട്ട്, അതിലും കൂടുതൽ റിവേഴ്സ് ചെയ്യുമ്പോൾ വരുന്നില്ലല്ലോ. നോക്കൂ, റിവേഴ്സ് സൈക്കിളിൽ ഇത് ഫേസ് ചെയ്യുന്നത് ആകെ 10 വോൾട്ടാണെങ്കിൽ 10 വോൾട്ട് തന്നെ ഫേസ് ചെയ്യുന്നുള്ളൂ. നെഗറ്റീവ് ഇൻവേഴ്സ് വോൾട്ടേജ് -10ലേക്ക് പോകുന്നുള്ളൂ, -20ലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഓരോ ഡയോഡും 10 വോൾട്ടിൻ്റെ എടുത്താൽ മതി. ഇവിടുത്തെ പോലെ 20 വോൾട്ടിൻ്റെ വേണ്ട. ദാറ്റ് മീൻസ് ഹിയർ ദ ഡയോഡ്സ് എത്രൻ്റെ VMൻ്റെ വാല്യൂ മാത്രം. മുമ്പിലത്തെ കേസിലോ സെൻറ്റർ ടാപ്പിലാണെങ്കിലോ ട്വൈസ് എടുക്കണം. ഇവിടെ അത് മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡയോഡുകൾ കാശ് കുറവായിരിക്കും. കാരണം 10 വോൾട്ട് യൂസ് ചെയ്യാൻ 20 വോൾട്ടിൻ്റെ ഡയോഡുകൾ വാങ്ങിക്കുന്നതിന് പകരം 10 വോൾട്ട് യൂസ് ചെയ്യാൻ 10 വോൾട്ടിൻ്റെ തന്നെ നമ്മൾ ഡയോഡുകൾ പർച്ചേസ് ചെയ്താൽ മതി, മാർക്കറ്റ് ചെയ്ത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതാണ്. പക്ഷെ ഒരു ചെറിയൊരു ദോഷമുള്ളത്, നമുക്കിവിടെ 2 ഡയോഡ് മതിയായിരുന്നു. പക്ഷെ ഇവിടെയോ 4 ഡയോഡ് വേണം. 4 ഡയോഡ് കൂടെ വേണം. പക്ഷെ കാശ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വിധത്തിലാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും ഈ ഒരു വേരിയേഷൻ, സെൻറ്റർ എന്ന് പറയുന്നത് എത്ര നല്ല കമ്പനിക്കാരുണ്ടാക്കിയാലും എക്സാക്റ്റ് സെൻറ്റർ ആയിക്കൊള്ളുന്നില്ല. ആ ഒരു എന്താ പറയുക ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന വരുമ്പോൾ ഉണ്ടാകുന്ന എറർ നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നല്ല ഔട്ട്പുട്ട്, സ്റ്റേബിളായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. എങ്ങനെയുള്ള ഔട്ട്പുട്ട്? DC അല്ല കേട്ടോ, പകരം പൾസേറ്റിംഗ് DC ആണ് നമുക്ക് കിട്ടുന്നത്, ആസ് ഇൻ ദ സെയിം കേസ്, ആസ് ഇൻ ദ പ്രീവിയസ് കേസ്. അപ്പോൾ ഈ 2 റെക്ടിഫയറുകളാണ് നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാനുള്ള. ഓരോ സ്ഥലത്ത് നമ്മുടെ ആവശ്യമനുസരിച്ച്, നമുക്കവിടെ കയ്യിൽ കാശിൻ്റെ അവസ്ഥ അനുസരിച്ച് യു ക്യാൻ ചൂസ് ദിസ് വൺ ഓർ ദിസ് വൺ. ഹിയർ ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. 4 ഡയോഡ് ഈ ഡയമണ്ട് ഷേപ്പിൽ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒരെണ്ണത്തിൻ്റെ ഈ എൻഡിൽ ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവ് കൊടുത്താൽ മറ്റേതിൻ്റെ നെഗറ്റീവ്, ഈ എൻഡിൽ ഒരെണ്ണത്തിൻ്റെ പോസിറ്റീവ് കൊടുത്താൽ മറ്റേതിൻ്റെ നെഗറ്റീവ്. 2 പോസിറ്റീവും കൂടി ഫേസ് ചെയ്ത് വരുന്നത് D1ഉം D2ഉം കൂടി ഒരേ പോയിന്റിലേക്ക് തന്നെ ജോയിൻ ചെയ്യിപ്പിക്കണം. D3ഉം D4ഉം കൂടി ഒരേ പോയിന്റിലേക്ക്. ദാറ്റ് പോയിന്റ് വിൽ ബി ആക്ടിങ് ആസ് ദ നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ചില ഇതിൽ എർത്ത് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടോ കേട്ടോ. എന്താ എർത്തിൻ്റെ സിമ്പിൾ? ഇതാണ് എർത്ത് ചെയ്യാനുള്ള സിമ്പിൾ.
അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുന്നതിന് പകരം ചില ബുക്കുകളിൽ വെറുതെ എർത്ത് ചെയ്യുന്നതായിട്ട് കാണിച്ചാലും സെയിം ഇഫക്റ്റ് തന്നെയാണ് നെഗറ്റീവ് ടെർമിനലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് റെക്ടിഫയേഴ്സും കൃത്യമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വരച്ച് പഠിക്കാവുന്നതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഔട്ട്പുട്ടിൻ്റെ കേസ് നമുക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് ഒന്ന് പോകാം. രണ്ടിൻ്റെയും ഡെറിവേഷൻ സെയിം ഡെറിവേഷനായിട്ട് നമുക്ക് തന്നെ കൊണ്ടുവരാം. കാരണം രണ്ടിൻ്റെയും ഔട്ട്പുട്ട് ഒരുപോലെയുള്ള ഔട്ട്പുട്ടുകളാണ്. ഓക്കെ.